ഇനി വീട്ടിൽ പുട്ടുണ്ടാക്കി ബാക്കി വന്നാൽ കളയണ്ട കേട്ടോ, ഇങ്ങനെ ചെയ്താൽ മതി. അപ്പം നമുക്ക് കുറച്ച് പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്തി നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി മിക്സിയുടെ ജാറൊക്കെ ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം കൂടരുതേ. അതിലോട്ട് നമ്മൾ ബാക്കി വന്ന 2 പുട്ടും കൂടെ ചേർത്ത് ഏലക്കായ ഇട്ട് ഇതുപോലെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. നല്ല തിക്കായിട്ട് അരച്ചെടുക്കണം കേട്ടോ, വെള്ളം കൂടാൻ പാടില്ല. ആ ഒരു കാര്യം നല്ല ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്ക് 2 അച്ച് ശർക്കര കുറച്ച് വെള്ളത്തിൽ നല്ല രീതിയിലൊന്ന് ഉരുക്കിയെടുത്ത് ചൂടോടുകൂടി ആ ഒരു തിളച്ച പരുവത്തിൽ തന്നെ അരിച്ചിട്ട് നേരെ നമ്മുടെ ഈ ഒരു മിക്സിയിൽ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു ലേശം ഉപ്പ്, മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതും കൂടെ ചേർത്ത് അതിലേക്ക് തേങ്ങ കൊത്ത് നെയ്യിൽ വറുത്തിട്ട് ചേർത്തതിന് ശേഷം ഒരു ഗ്ലാസ്സിലോട്ട് ഒഴിക്കുക. എന്നിട്ട് നമ്മൾ ഉണ്ണിയപ്പച്ചട്ടി ചൂടാക്കി നമുക്ക് ഓരോ ഉണ്ണിയപ്പമായിട്ട് ചുട്ടു തുടങ്ങാം. ഗോൾഡൻ ബ്രൗൺ കളറായ കോരി മാറ്റുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യണേ. താങ്ക്